ദേ ആയിരിക്കുന്നതാണ് കുട്ടി. പേര് ദിവ്യ. ജോലി ഇന്റീരിയർ ഡിസൈനർ. യെസ്, അവയുടെ പുതിയ സ്റ്റുഡിയോയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഗുഡ്. എന്ത് ഗുഡ്? അവരുടെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അവരിത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഇത്ര വിളിക്കോ? നീ പേടിക്കണ്ട, ഇന്ന് നീ അവർക്ക് ചെയ്യുന്ന ഉപകാരത്തിന് ഒരു നാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിവ്യ, അവിനാഷ്. ഹായ് അവിനാഷ്. പറയൂ അവിനാഷ്, എന്താണ് അവിനാഷിന്റെ മനസ്സിലുള്ള സ്റ്റുഡിയോ? സോറി ദിവ്യ, ദേഷ്യപ്പെടരുത്. ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ആക്ച്വലി ഞാൻ സ്റ്റുഡിയോ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. എന്തായാലും ഭാവിയിൽ വേണ്ടി വരും. പക്ഷെ ഇപ്പം അതല്ല വിഷയം. എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ദിവ്യ, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഈഗോയുടെയും ഇഷ്ടക്കേടിൻ്റെയൊക്കെ പുറത്ത് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നടക്കരുതെന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? അതുമല്ല, സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ച് ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്, അത് നമ്മുടെ ജനറേഷനെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചൂടെ? അവിനാഷ്, ഇത് എന്താണ് പറഞ്ഞു വിടുന്നത്? ഞാൻ എന്ത് ഡിസിഷൻ എടുത്തതാണ് നിങ്ങൾക്ക് ഇത്ര പ്രോബ്ലം ആയത്? ദിവ്യയുടെ അമ്മയുടെ കല്യാണക്കാര്യം. അമ്മയുടെ കല്യാണത്തിന് എന്തു പറ്റി? ദിവ്യക്ക് ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? അമ്മ അങ്ങനെ പറഞ്ഞോ? ഇല്ല. പിന്നെ താൻ ചുമ്മാ അങ്ങ് സങ്കല്പിച്ചോ? അമ്മയുടെ കണ്ണിലെ പെയിൻ. എന്ത്? ഒന്നുമില്ല. എടോ, ഈ കല്യാണത്തിന്റെ ബ്രോക്കർ ഞാനാ. മോഹനങ്കിൾ ഈസ് ദ കൂളസ്റ്റ് പേഴ്സൺ ഐ നോ. ഞാൻ കട്ട സപ്പോർട്ടാടോ. ഓ, എന്നാലും താൻ ഇത്രയൊക്കെ സങ്കല്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. ആ, അല്ലെങ്കിലും പണ്ടേ അവിക്ക് ഇത്തിരി ആലോചന കൂടുതലായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങോട്ട് കലങ്ങിയില്ല അല്ലേ? എന്ത്? എടോ, ഇത് ഞാനാടോ, കുട്ടിയാനാ. എടി കുട്ടിയാനെ നീയാ? എന്നാൽ ഇത് എന്തൊരു മാറ്റം എന്റെ അമ്മേ. സർപ്രൈസ് ആയില്ലേ? സർപ്രൈസിന്റെ ഗോഡ് ഫാദർ മൊമെന്റ് ആണ്. അതാണ്, ഞാനാണ് അമ്മയെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അതെന്തായാലും നന്നായി. കോഫി വരട്ടെ? കോഫി മാത്രമാക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. മെനു നോക്കട്ടെ? കുട്ടിയാന തന്നെ, ഒരു മാറ്റമില്ല. ബോഡി ഷേമിംഗ് ആണ് കേട്ടോ. അയ്യോ സോറി. അയ്യോ, എന്തൊരു മാന്യനാ നോക്ക്. നേരത്തെ എന്താ പറഞ്ഞേ? സൊസൈറ്റി. അല്ല, നീ ഓർഡറിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. എവിടെ മെനു? എവിടെ? അങ്ങനൊന്നുമില്ല. എനിക്ക് ഈ ശാന്തമായ അന്തരീക്ഷത്തെക്കാൾ ആളുകൾ നിറയുള്ള സ്ഥലത്തിന് എഴുതാനാണ് ഇഷ്ടം. യു നോ, ഐ ആം എ പീപ്പിൾസ് മാൻ. എടാ, എത്ര നേരം ഇന്ന് ഇറങ്ങടാ? ഒരു മണിക്കൂറായല്ലോ. എന്താണ്? അതായത് ഈ മികച്ച തിരക്കഥക്കുള്ള അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ പറയാൻ വേണ്ടി ഞാൻ സ്പീച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേട്ട് കണ്ണു നിറഞ്ഞിട്ട് നീ നീരാടാൻ പോയാൽ മതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ. നീ എവിടെ ഇരിക്കും? നീ ഇരിക്കേ. പ്രസംഗം കിടുവാണ്. നമസ്കാരം. ഈ ഒരു അവാർഡ് തന്നതിൽ സന്തോഷം, നന്ദി. എനിക്ക് ഈ ഒരു വേദി കിട്ടാൻ കാരണം എൻ്റെ കൂട്ടുകാരായ അവിനാഷും സാമുമാണ്. സത്യം പറഞ്ഞാൽ അവരില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ ഒന്ന് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. എൻ്റെ നായകൻ സാം, അവൻ ഈ ഒരു കൊച്ചു സിനിമയിൽ അഭിനയിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. സിനിമ എന്താണ്, അഭിനയം എന്താണ് എന്നറിയാതെ, ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കനായ കുഞ്ഞിനെ പോലെ അവൻ കൈയും കാലും ഇട്ട് അടിച്ച് അഭിനയിച്ച് വലിപ്പിച്ചതാണ് നിങ്ങൾ കണ്ടു. സ്വൽപ്പ സമാധാനം കൊടുത്തരാ. മാത്രം വേണം, കുറച്ച് സമ്മാനം കൊടുക്കാൻ വേണ്ടാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ സംവിധായകൻ അവി ഒരു സാധാരണ വെഡ്ഡിംഗ് വീഡിയോഗ്രാഫർക്ക് താങ്ങുന്നതിന് അപ്പുറമായിരുന്നു എൻ്റെ ഗഹനമായ തിരക്കഥ. ഇതിൻ്റെ തിരക്കഥ വളരെയധികം അതിനെക്കുറിച്ച് പഠിച്ച ശേഷമാണ് അവൻ ഇത് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ ക്ഷീണം ഇപ്പോഴും അവൻ്റെ മുഖത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ങടാ താങ്ങ്. ഇപ്പൊ നിന്റെ മുഖത്തെ ഞാൻ കുറച്ച് ഉണ്ടാക്കി തരട്ടെ? എന്റെ പയ്യനോട് കൊടുത്തേക്ക്. അഞ്ജു കുറച്ച് ബിസി ആയിരുന്നു സാം. ആന്റിയുടെ വീട്ടിൽ വരെ പോയതായിരുന്നു. മറ്റേ ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? സാം എന്താ വിളിച്ചേ? അതെ,
നാളെ മറ്റേ ഓഡിഷൻ എത്ര മണിക്കാ? ആഹാ ഇപ്പൊ വരാൻ തീരുമാനിച്ചോ? ആ ഗുഡ്. ഗോൾസുക്കുള്ള ഒരു 10 മണിയാകുമ്പോ തന്നെ എത്തണം. ലേറ്റ് ആവരുതേ. ഹേയ് ഞാനങ്ങനെ ഒരിടത്തും ഇതുവരെ ലേറ്റ് ആയിട്ടില്ല. ഓക്കെ അപ്പൊ രാവിലെ കാണാം കേട്ടോ. ആ ആരുടെ തെണ്ടി ഞാൻ? നീയാണ് സംവിധായകൻ, നീയാണ് സിംഗം. കൈവിടെ കൈവിടെ. അയ്യ